السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അള്ളാഹു തഖ്വയുള്ളവരായി ജീവിതം ക്രമപ്പെടുത്തുന്ന വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര അത് മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതകളിൽ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സർവകാലത്തും യാത്രകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യാത്ര ചെയ്യുന്നതിനായി പ്രത്യേക ദിവസമോ പ്രത്യേക സമയമോ പാടില്ലാത്തത് എന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇഷ്ടമുള്ള സമയവും ഇഷ്ടമുള്ള ദിവസവും അതിന് നമുക്ക് തിരഞ്ഞെടുക്കാം. യാത്രയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഖുൽ സീറു ഫിൽ അർള്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അവനിലേക്ക് കൂടുതൽ അടുക്കുവാൻ അത്തരം യാത്രകൾ ഉപകരിക്കട്ടെ എന്ന പ്രോത്സാഹനം അള്ളാഹു നമുക്ക് നൽകുന്നത് കാണാം. മറ്റ് അനിവാര്യമായ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. യാത്രയാക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. അസ്തൗദിഉല്ലാഹ് ദീനക വ അമാനതക വ ഖവാതീമ അമലക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് യാത്ര ചെയ്യാൻ അവന്റെ കാവൽ നിന്നിൽ ഉണ്ടാകട്ടെ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന. യാത്ര കഴിഞ്ഞാൽ, അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചവൻ മടങ്ങട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന കാണാം. ഇമാം ബുഖാരി 5429 ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര പ്രയാസങ്ങളുടെ ഒരു ഭാഗമാണ്. അത് നിങ്ങളുടെ ഉറക്കവും ഭക്ഷണ പാനീയവും അത് ഒരു വേള തടയുന്നു. അതിനാൽ തന്നെ തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഉടനെ അവൻ വീട്ടുകാരിലേക്ക് വേഗത്തിൽ തിരിച്ചെത്തട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം യാത്രയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇളവുകൾ ഉപയോഗപ്പെടുത്തുക. ജംഅ്, ഖസർ, ഇതൊക്കെ നമുക്കറിയാം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും അതിതീവ്രത വെച്ചുകൊണ്ട് ഈ അള്ളാഹു നൽകിയ ഇളവിനെ ഉപയോഗപ്പെടുത്താത്തവരെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്കൊരു ഇളവ് നൽകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നമുക്ക് കാണാം. ഇതൊക്കെ ഭൗതികപരമായ യാത്ര. എന്നാൽ നമ്മളെല്ലാവരും ഒരു യാത്രക്കാരാണ്. പരലോകത്തേക്ക്, നമ്മുടെ ഖബറിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വമൽ മർഉ ഇല്ലാ റാകിബൻ ലഹ്റ ഉമരി അലാ സഫരി യുഫ്നീഹി ബിൽ യൗമി വശഹരി യബീതു വയുൽഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ്ദുനിയാ ഖരീബൻ ഇലൽ ഖബരി അമൽ മർഉ ഇല്ലാ റാകിബൻ ലഹ്റ ഉമരി. ഓരോ മനുഷ്യനും അവന്റെ ആയസ്സാകുന്ന, പ്രായമാകുന്ന വാഹനത്തിൽ കയറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലാ സഫരി യുഫ്നീഹി ബിൽ യൗമി വശഹരി. അവന്റെ യാത്രയിൽ അവനിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നത്, അവൻ താണ്ടിക്കിടക്കുന്നത് ദിവസങ്ങളും മാസങ്ങളുമാണ്. യബീതു വയുൽഹാ കുല്ല യൗമിൻ വലൈലത്തിൻ. ഓരോ രാപ്പകലുകൾ, ഓരോ പ്രഭാതങ്ങൾ അവരിങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ അറിയുന്നില്ല. ബഈദൻ അനിദ്ദുനിയാ ഖരീബൻ ഇലൽ ഖബരി. അവൻ ദുനിയാവിൽ നിന്ന് അകന്ന് അവന്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമാകുന്ന ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് അവൻ ഓർക്കുന്നില്ല എന്നതാണ്. അപ്പം എല്ലാ യാത്രയ്ക്കും വേണ്ടി നാം നന്നായി മുൻകൂട്ടി തയ്യാറെടുക്കാറുണ്ട്. നല്ല വസ്ത്രം ഒരുക്കി വെക്കുന്നു, നല്ല വാഹനം നമ്മൾ ചെയ്യുന്നു. അവിടെ യാത്രയ്ക്ക് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ പ്രയാസകരമായതൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്യുമ്പോൾ യാത്രയിൽ ഏറ്റവും നല്ല വിഭവം വതസവ്വദ് ഫഇന്ന ഖൈറസ്സാദി തഖ്വ.
യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുക. ആ യാത്രയ്ക്ക് ഒരുക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് തഖ്വയാണ്. ആ തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. നിങ്ങൾ യാത്രയ്ക്ക്, അതല്ലെങ്കിൽ തഖ്വ എന്ന വിഭവം കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമ്പുഷ്ടമാക്കുക. നിനക്കറിയില്ല അടുത്ത ദിവസത്തിലേക്ക് കടന്നാൽ, അതല്ലെങ്കിൽ രാത്രിയിൽ നീ കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ നീ എത്തുമോ എന്ന് നിനക്കറിയില്ല എന്ന് ഒരു കവി പാടിയതുപോലെ, നമുക്കറിയില്ല ഏത് നിമിഷമാണ് അള്ളാഹുവിന്റെ തീരുമാനം നമ്മിലേക്ക് വന്നെത്തുന്നത് എന്ന്. അതിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അത് ഓരോ നിമിഷങ്ങളും നാം താണ്ടിക്കടക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ പ്രയാസകരമാകാതിരിക്കാനുള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യാത്രയിൽ നമ്മൾ ഒരുക്കുന്ന മഹത്തായ ഒരു വിഭവമാണ് ഇത്തരം ക്ലാസ്സുകൾ. ഇത്തരം അവിടേക്ക് സുഖകരമായ സൗകര്യമുണ്ടാകാനായി ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതൊക്കെ അതിലേക്കുള്ള ഒരു വിഭവമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ പരലോക വിജയത്തിനായി നമ്മൾ ഒരുക്കുന്ന വിഭവങ്ങൾ, സംരംഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ക്ലാസ്സുകളിൽ സജീവമായി ഉണ്ടാവുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മകളുമായി ചേർന്ന് നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.